കൃത്യം 6:14 തന്നെ സൂര്യോദയം കാണാൻ സാധിച്ചു. ഗൂഗിളിൽ സെർച്ച് ചെയ്തൊരു സമയമാണ്. സൺറൈസ് പോയിന്റ് നമ്മൾ എത്തിയ ഒരു സമയം എന്ന് പറഞ്ഞാൽ 6 മണി കഴിഞ്ഞായിരുന്നു. ഓടി നമ്മൾ താഴെ എത്തുകയാണ്. അപ്പോൾ നന്നായിട്ട് വെട്ടം വീണിരുന്നു. അതുകൊണ്ട് തന്നെ സൂര്യോദയം കഴിഞ്ഞോ എന്ന് പോലും സംശയിച്ചു. കുറച്ച് ആൾക്കാർ ബീച്ചിലിറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളാണ് കൂടുതലായിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നത്. ദൂരൊക്കെ നിന്ന് തന്നെ നമുക്ക് സൺറൈസ് പോയിന്റും തിരുവള്ളുവരുടെ പ്രതിമയും കാണാൻ പറ്റുമായിരുന്നു. നന്നായിട്ട് വെട്ടം വീണിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു സൈറൺ കേൾക്കുകയും കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് പോവുകയും ചെയ്ത്. അപ്പോൾ സൂര്യോദയം നല്ല ഭംഗിയായിട്ട് തന്നെ കാണാൻ പറ്റിയ അത്ഭുതമായ ഒരു കാഴ്ച തന്നെയാണ് സൂര്യോദയം കാണുന്നത്. അതിനുശേഷം നമ്മൾ ക്യൂവിലേക്കാണ് പോയത്. സ്മാർട്ട് വാച്ചിൽ ഏതാണ്ട് 5.5 കിലോമീറ്ററിലാണ് ടോട്ടൽ ടൈം കാണിച്ചത്. ക്യൂ ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരമേ നീണ്ടു പോയിരുന്നുള്ളൂ. ക്യൂ നിൽക്കുന്ന കണ്ടാൽ നമുക്ക് തിരിച്ചു പോരാൻ തോന്നും ടിക്കറ്റ് എടുക്കാതെ. കാരണം അതുപോലെ നീളത്തിലാണ് ക്യൂ പോയത്. നമ്മൾ ചിരക്കിയപ്പോഴാണ് അറിഞ്ഞത് ഒരു 150 പേരാണ് ഒരു ബോട്ടിൽ ഉൾക്കൊള്ളുന്നത്. ഒരു ബോട്ട് വന്നാൽ മാത്രമേ അത്രയും പേരെ അവർ കടത്തി വിടുന്നു. അതാണ് ഇത്ര നീണ്ടു പോകുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടുകയും നമ്മൾ ബോട്ടിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. ആ സമയത്ത് തിരിച്ച്, അതായത് വേണ്ടപ്പാറയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരും വരുന്നുണ്ടായിരുന്നു. വലിയൊരു തിരക്ക് ആ സമയത്ത് ഫീൽ ചെയ്തില്ല. കാരണം അത്രയും വലിയൊരു സ്പേസ് ഉള്ളതുകൊണ്ടായിരിക്കും. പിന്നെ നല്ല കാറ്റാണ്, ചൂട് നല്ല രീതിയിലുണ്ട്. പക്ഷേ ഇത്രയും നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ചൂട് ഫീൽ ചെയ്യത്തില്ല. നമ്മൾ പയ്യെ ബോട്ടിലേക്ക് നടന്നു. ബോട്ട് നമ്മളെ പ്രതീക്ഷിച്ച് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. 150 പേര് ഇറങ്ങിപ്പോയെന്ന് നമുക്ക് തോന്നുന്നില്ല. അതുപോലെ ഫ്രീ ആയിട്ടാണ് സ്ഥലം ഉണ്ടായിരുന്നത്. നമ്മൾ നേരെ ബോട്ടിലേക്ക് പോവുകയാണ്. ബോട്ടിലേക്ക് നമ്മൾ വലതുകാല് വെച്ച് കയറുകയാണ്. ഏകദേശം പകുതിക്ക് മേളിൽ ആൾക്കാർ നിറഞ്ഞു. ഫുൾ ആൾ നിറഞ്ഞ ശേഷം മാത്രമേ ബോട്ട് വിടത്തുള്ളൂ. അത് മിച്ചം ആൾക്കാരുണ്ടെങ്കിൽ അവരോട് അടുത്ത ബോട്ടിൽ വരാൻ പറയും. അപ്പോൾ ഈ കടൽ തീരമാനങ്ങളിൽ ബോട്ട് ആടി ഉലഞ്ഞു പോകുന്ന ഒരു ഫീൽ ഒരു പ്രത്യേകത തന്നെയാണ്. സാധാരണ നമ്മൾ ബോട്ടിൽ പോകുന്ന പോലെയല്ല. നമ്മളിപ്പോൾ കടലിലൊരു ഭീതിയും ഭംഗിയും എല്ലാം കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ്. ദൂരെ നിന്ന് നമുക്ക് വേന്തപ്പാറ കാണാൻ സാധിക്കും. പക്ഷെ അത്ര അടുത്താണെങ്കിലും ബോട്ട് അത്യാവശ്യം ഓടുന്നുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് അടുത്ത് ഓടുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഫോൺ എടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ലൈഫ് ജാക്കറ്റ് ധരിച്ച് ഒത്തിരി പേരുണ്ടായിരുന്നു. എല്ലാവരും തന്നെ ധരിച്ചിട്ടില്ല. ദൂരക്കാഴ്ച നമ്മൾ വിദേശ രാജ്യത്തെ കാണുന്ന പോലെ തന്നെ സൺഗ്ലാസും ബ്രിഡ്ജും അതുപോലെ തന്നെ തിരുവള്ളൂരിൻ്റെ പ്രതിമയും എല്ലാം വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ കരയ്ക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ കരയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നടന്നു പോകുന്ന ഒരു ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് എടുക്കുന്ന തുക. നമ്മൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു നമുക്കവിടെ ഗൂഗിൾ പേ ചെയ്യാനുള്ള സൗകര്യം ഇല്ലെന്ന്. പക്ഷേ അത് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ക്യാഷ് നമ്മൾ കരുതിയിരുന്നു. എന്തായാലും നമ്മൾ ക്യാഷ് കൊടുത്ത് നേരെ അകത്തേക്ക് പോവുകയാണ്. പിന്നെ അതിനകത്ത് നമുക്ക് അധികം ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ക്യാമറ അവരനുമതിയില്ല. അമ്പലത്തിൻ്റെ കൊടിമരം നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാം. അതുപോലെ 3 കടലിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൺറൈസ് കലണ്ടറാണ്. അതായത് സൂര്യോദയത്തിന് ടൈം വ്യത്യാസം അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ദൂരേക്ക് നോക്കുമ്പോൾ 3 കടലുകളുടെ സംഗമം കൃത്യമായിട്ട് കാണാൻ പറ്റും. കളറിൻ്റെ വ്യത്യാസം കൊണ്ടാണ് നമുക്കത് മനസ്സിലാകുന്നത്. ദൂരെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. വളരെ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ തിരുവള്ളൂർ പ്രതിമയും അതുപോലെ ഒക്കെ നമുക്ക് ദൂരെ നിന്ന് അവിടെ നിന്നുകൊണ്ട് തന്നെ കാണാം. കുറച്ചൊരു ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് വളരെ അടുത്ത് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പെട്ടെന്ന് ശിവേന്ദു ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റിൽ പുള്ളിക്കാരുടെ മുടി ആടി ഉലയുന്നുണ്ട്. നല്ലൊരു ഡാൻസ്. കുറച്ച് നേരം നമ്മളതും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് തന്നെ നമുക്ക് പോകാൻ സാധിക്കും. പയ്യെ ഇറങ്ങി ഞങ്ങൾ നീങ്ങി തുടങ്ങി. ആ സമയത്തൊക്കെ നല്ല കാറ്റാണ്, നല്ല തിരക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ എൻ്റെ വേറെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും ഗ്ലാസ് ധരിച്ചിട്ടുണ്ട്. ഇത്ര ഈ ചൂടത്ത് നമുക്ക് വൃത്തിയായിട്ട് അവിടെ കാണണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ധരിക്കത്തില്ല. അപ്പോൾ നമ്മൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് താഴെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് തിരമാലകൾ ആർത്തലിച്ച് ഇടിച്ച് തെറിച്ച് പോകുന്നത്. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുമ്പോൾ നമുക്കൊരു പേടി ചിലപ്പോൾ തോന്നാം. പക്ഷേ അങ്ങനെ ഒരു ഫീൽ ഇല്ലാതാണ് കയറുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നണമെന്നില്ല. എന്തായാലും ഒത്തിരി പേര് പേടിച്ച് തന്നെയാണ്. ചിലർക്ക് നമുക്ക് സൈഡ് നിൽക്കാനുള്ളൊരു സൗകര്യം കൂടെ അതിനകത്ത് ഉണ്ട്. ഏതായാലും ഒരു 3-4 തവണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട്. കാരണം ഇത് കാണുമ്പോൾ നമുക്ക് അത്ര എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നുണ്ട്. ആ ഒരു എൻ്റെ മോളുവശവും ഒക്കെ കാണാൻ വളരെ രസമാണ്. അത്ര ഒരു സ്ട്രോങ് ആയിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കത് മനസ്സിലാവും. അതിനകത്ത് അവർ എഴുതി വെച്ചിട്ടുണ്ട് യാതൊരു കാരണവശാലും അതിനകത്ത് ഇരിക്കാൻ പാടില്ലെന്ന്. എന്നാലും കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 3-4 വട്ടം വീണ്ടും ഞങ്ങൾ അതിൻ്റെ മേളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. വലിയൊരു തിരക്ക് ആ സമയത്ത് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇത്രയും പേര് വരികയും പോവുകയും ചെയ്യുന്നതുകൊണ്ടായിരിക്കും. കാരണം ഒരു 10 മിനിറ്റ് ഇടയ്ക്ക് ബോട്ട് വന്നു പോകുന്നുണ്ട്. അപ്പോൾ 150 പേരോളം ഓരോ തവണയും വന്നു പോകുന്നുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കും നമുക്കത് ഫീൽ ആവാതിരിക്കുന്നത്.
കുറച്ചുകൂടെ മുമ്പോട്ട് നമ്മൾ നടന്നു പോവുകയാണ്. മേൽവശവും താഴ്വശവും എല്ലാം ഒന്നും കൂടെ വ്യക്തമായിട്ട് കണ്ടു. ഒരു വട്ടം കൂടെ വീണ്ടും നമ്മളൊന്ന് കറങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. പല ദേശത്തു നിന്ന് പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്കുള്ള അവസരം കൊടുക്കണം. നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയി. എപ്പോഴും നല്ല കാറ്റ് തന്നെയാണ്. നമുക്ക് എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്താലും നമുക്ക് സമയം പോകുന്നത് അറിയത്തില്ല. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വശത്തേക്ക് പോകുന്ന സമയമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവള്ളൂരിൻ്റെ പ്രതിമയിലേക്ക് കയറാൻ വേണ്ടിയാണ്. കൃഷ്ണേന്ദു അടുത്തതായിട്ട് ഡാൻസ് കൊടുക്കുന്നുണ്ട്. ചേച്ചിയമ്മ അനിയത്തി ഡാൻസ് കളിച്ചതിന് ശേഷം ചേച്ചിയമ്മയുടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. മുടി നന്നായിട്ട് പറക്കുന്നുണ്ട്. ആ ആൾക്കാർ നടന്നു പോകുമ്പോൾ നമുക്കറിയാം അവരുടെ കാറ്റിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടോ നമുക്കതിൽ അറിയാൻ സാധിക്കും. വരുന്നവരൊക്കെ തിരിഞ്ഞ് പോകുന്നുണ്ട്. നല്ല ചൂടാണ്, പറയുന്നതിലപ്പുറമുള്ളൊരു ചൂടാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും അത് ഫീൽ ആവത്തില്ല. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. വീണ്ടും നമ്മൾ ബോട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് തിരിച്ചു പോകാനുള്ള ബോട്ടും അവിടെ തന്നെയാണ് വരുന്നത്. ദൂരെ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ബോട്ട് വന്ന് അടുക്കുന്നത്. അപ്പോൾ ഒരു ബോട്ട് അവിടെ കടപ്പുണ്ട്, അത് പോവുകയാണ്. ആ ബോട്ട് പോകുന്ന സമയത്താണ് അടുത്ത ബോട്ട് ജെട്ടിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നത്. ഞങ്ങൾ തിരിച്ചു പോകാനുള്ള രീതിയിൽ അവിടെ വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ആ വ്യൂ മുഴുവൻ കിട്ടത്തക്ക രീതിയിൽ ഒന്ന് സൂം ചെയ്തെടുത്തു. ശേഷം ബോട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ തിരികെ പോവുകയാണ്. തിരികെ പോകാൻ മടിയാണ്, എന്നിരുന്നാലും ഒന്നും കൂടെ വരണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു കന്യാകുമാരിയിൽ നിന്ന് യാത്രയാവുകയാണ്. ഞങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പുറകെ വരുന്നുണ്ട്. എല്ലാവരും ഒന്നും കൂടെ തിരിഞ്ഞ് നിന്ന് സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പല ഫോട്ടോകൾ എടുത്തിട്ടുണ്ട്. 1-2 ഫോട്ടോയിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കന്യാകുമാരി തീർച്ചയായും പോകണം. അവധി ദിവസമാണ്. കഴിവതും രാവിലെ തന്നെ ഞങ്ങൾ ചെന്ന സമയം എന്ന്